2025 മുതൽ കേരളത്തിൽ പതിവിലും കൂടുതലായിരുന്നു ചൂട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കൊടും ചൂടിൽ കേരളം വലയുന്ന അവസ്ഥയായിരുന്നു. മാർച്ച് മാസമെങ്കിലും ചൂടിൽ നിന്നും രക്ഷയേകാൻ മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കേരളത്തിലെ താപനില ഉയരാനുള്ള പ്രധാന കാരണം ശൈത്യകാല മഴയിലുണ്ടായ കുറവാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും ഒറ്റയടിക്ക് 66% കുറവാണ് ശൈത്യകാല മഴയിലുണ്ടായത്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള സീസണിൽ ലഭിക്കേണ്ട 21.1 മില്ലിമീറ്റർ മഴയിൽ ഇത്തവണ ലഭിച്ചത് 7.2 മില്ലിമീറ്റർ മാത്രമായിരുന്നു. 2009 ശേഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ച വർഷം കൂടിയായിരുന്നു 2025. കഴിഞ്ഞ വർഷം 29.7 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. 2023 37.4 മില്ലിമീറ്റർ മഴയും 2022 57.1 മില്ലിമീറ്റർ മഴയുമാണ് കേരളത്തിൽ ലഭിച്ചിരുന്നത്. ഇത്തവണ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. ജനുവരിയിൽ 9 ദിവസവും ഫെബ്രുവരിയിൽ 7 ദിവസവും മാത്രമാണ് ചെറിയ തോതിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി മഴ ലഭിച്ചത്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി മധ്യ തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലായി മഴ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഫെബ്രുവരി മാസത്തിൽ കൊടും ചൂടിൽ വലഞ്ഞ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തെ കാലാവസ്ഥാ പ്രവചനം വലിയ ആശ്വാസമേകുന്നതാണ്. ഇക്കുറി മാർച്ച് മാസത്തിൽ കേരളത്തിന് കൊടും ചൂടിനെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മാർച്ച് മാസത്തിൽ കേരളത്തിൽ സാധാരണയായി കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് പ്രവചനം. ഇത് പ്രകാരം ഇന്നലെ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലായിരുന്നു മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.